ചില പ്രേക്ഷകർക്കൊക്കെ സംശയമുണ്ട് ഇത് ഏത് കേസിലാണ് അറസ്റ്റ് എന്നുള്ളതാണ്. 1, 2, 3 എന്നിങ്ങനെ നീളുകയാണല്ലോ പരമ്പര. ഇത് 3ാമത്തെ അതിജീവിതയുടെ പരാതിയിലാണ്. ഈ അതിജീവിതയെക്കുറിച്ച് അധികം പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവില്ല. 1ാമത്തെ അതിജീവിതയോ 2ാമത്തെ അതിജീവിതയല്ല, ഇത് 3ാമത്തെ അതിജീവിതയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, എയർ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം. തത്സമയ ദൃശ്യങ്ങൾ. കൂടുതൽ പോലീസുകാരെ എയർ ക്യാമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ സുരക്ഷാ വലയത്തിലാണ് എയർ ക്യാമ്പ് ഇപ്പോഴുള്ളത്. അല്പസമയത്തിനുള്ളിൽ അവിടെ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. എയർ ക്യാമ്പിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി റോഷി പാലുണ്ട്. ഒപ്പം റാഹിസ് റഷീദും ഗോകുലും ഒക്കെ തത്സമയം ചേരുന്നുണ്ട്. പ്രേക്ഷകർക്ക് കാണാം. എയർ ക്യാമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. റോഷിയുണ്ട്. റോഷി, ഇപ്പോൾ എയർ ക്യാമ്പിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങളുണ്ട്. കൂടുതൽ പോലീസുകാരെ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എയർ ക്യാമ്പിൽ നിന്ന് പുറത്തേക്കിറക്കും. ജി പൂങ്കുഴലി അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇപ്പോൾ എയർ ക്യാമ്പിലുണ്ടോ? നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് 10-ന് മുൻപ് തന്നെ ഒരുപക്ഷെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയേക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന് മുമ്പ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോകണം. നമ്മുടെ ഒരു യൂണിറ്റിനെ ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ തന്നെ അയക്കാവുന്നതുമാണ്. അപ്പോൾ റോഷി, അവിടെ നിന്നും എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? കൂടുതൽ പോലീസുകാർ അങ്ങോട്ട് എത്തുന്നുണ്ട് അല്ലേ? അരുൺകുമാർ, ഏറെ വൈകാതെ തന്നെ ഒരുപക്ഷെ വൈദ്യപരിശോധനയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനാണ് സാധ്യത. ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടക്കുക. ഈ പോലീസ് ക്യാമ്പിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയും. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ ആ വൈദ്യപരിശോധന പൂർത്തിയാക്കി തൊട്ടപ്പുറത്തുള്ള മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് എത്തിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മേധാവി ജി പൂങ്കുഴലി ഈ എയർ ക്യാമ്പിലുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്തതിനു ശേഷം അതിന് ഒപ്പം തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കുന്നുമുണ്ട്. റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയായി കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തന്നെ വൈദ്യപരിശോധന കൊണ്ടു. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരുങ്ങിയിട്ടുണ്ട്. അവർ തയ്യാറെടുത്ത് കനത്ത പോലീസ് സുരക്ഷയാണ്. ഈ ക്യാമ്പിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറെ വൈകാതെ തന്നെ ഒരുപക്ഷെ നേരത്തെ 10 മണിയാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. പൂങ്കുഴലി ഇവിടെ എത്തുന്ന ഘട്ടത്തിൽ 10 മണിക്ക് മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഒരുപക്ഷെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുപോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ഈ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ അത് ഒപ്പം തന്നെ ഒരുപക്ഷെ കസ്റ്റഡി അപേക്ഷ നൽകാൻ സാധ്യതയുണ്ട്. അങ്ങനെ എങ്കിൽ ഇത് രണ്ടും തയ്യാറാക്കാനുള്ള ഒരു സമയം, അതിനപ്പുറത്തേക്ക് ചോദ്യം ചെയ്യൽ എത്രത്തോളം സമയം മുന്നോട്ട് പോകുന്നത്. ഏതായാലും പോലീസ് വാഹനം മുന്നോട്ടേക്ക് എടുക്കുന്നുണ്ട്. ആ വാഹനത്തിലാണോ കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ പോലീസ് ജീപ്പിലാണോ എന്ന് വ്യക്തമല്ല. കോടതി പരിസരത്തും ഒപ്പം ഈ വൈദ്യപരിശോധന നടക്കുന്ന ആശുപത്രി പരിസരത്തുമൊക്കെ ശക്തമായ പോലീസ് സുരക്ഷയുണ്ടാകും. കാരണം ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി നമ്മൾ മനസ്സിലാക്കുന്നത് പത്തനംതിട്ട ജനറൽ ആശുപത്രി പരിസരത്തേക്കോ കോടതിയിലേക്കോ മജിസ്ട്രേറ്റ് കോടതി, പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ്, നമ്പർ 2-ലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഹാജരാക്കുക. രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുപോകുന്ന ഈ സ്ഥലത്തേക്ക് നേരത്തെ തന്നെ പോലീസിനെ വിന്യസിക്കുകയാണ് എന്ന് തോന്നുന്നു. അതിനുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ എയർ ക്യാമ്പിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ എയർ ക്യാമ്പിനുള്ളിൽ റോഷി പറഞ്ഞതുപോലെ പൂങ്കുഴലി അടക്കമുള്ളവരുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടേക്ക് എത്തിക്കുന്നത്. ഇതിൽ ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ അതിജീവിത കൊടുത്ത എല്ലാ തെളിവുകളുമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത വിധം ശക്തമായ തെളിവുകൾ അല്ലേ? അരുൺകുമാർ, അങ്ങനെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിഷേധിക്കാൻ പറ്റാത്ത നിരവധി തെളിവുകളുണ്ട്. അതിൽ പെൺകുട്ടി പരാതിക്കൊപ്പം കൈമാറിയ തെളിവുകൾ, അത് സാമൂഹ്യ മാധ്യമത്തിലൂടെയുള്ള ഇവർ തമ്മിലുള്ള ആശയവിനിമയത്തിന്റെ സ്ക്രീൻഷോട്ടുകളാണ്. നിരവധി സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾക്കൊപ്പം തന്നെ ഈ ഫോൺ കോൾ വിശദാംശങ്ങൾ പരാതി ലഭിച്ചതിന് ശേഷം അന്വേഷണ സംഘം ശേഖരിച്ചു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ആ യുവതിയുടെയൊക്കെ ഫോൺ കോൾ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അതിനൊപ്പം ആദ്യ പീഡനം നടന്ന ബലാത്സംഗം നടന്ന ആ ഹോട്ടലിലെ രജിസ്റ്റർ ഉൾപ്പെടെ അന്വേഷണ സംഘം നേരത്തെ ശേഖരിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് FIR രജിസ്റ്റർ ചെയ്യുന്ന നടപടികളിലേക്ക് അന്വേഷണ സംഘം പോയത്. പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ച് ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു പഴുതുകൾ പോലും ഉണ്ടാകാൻ പാടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു തീരുമാനമെടുത്തതിന്റെ ഭാഗമായി തന്നെയാണ് അങ്ങനെ തെളിവ് ശേഖരണത്തിലേക്ക് അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ തന്നെ കടന്നത്. അങ്ങനെ ആ തെളിവൊക്കെ ശേഖരിച്ചതിന് ശേഷമാണ്. അതുകൊണ്ടൊന്നും നിഷേധിക്കാൻ കഴിയില്ല. ആദ്യ 2 കേസുകളിൽ 2 FIRകൾ രജിസ്റ്റർ ചെയ്ത് അത് സംബന്ധിച്ച അന്വേഷണ സംഘം മുന്നോട്ട് പോയെങ്കിലും ആ കേസുകളിൽ ഇതുവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിനെ. കാരണം 2 കേസുകളിലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനം വൈകുന്നതുകൊണ്ടാണ് ചോദ്യം ചെയ്യലിലേക്ക് പോകാതിരുന്നത്. കാരണം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്ന നിലപാടാണ് അന്വേഷണ സംഘത്തിനുള്ളത്. കാരണം ഇതിൽ തെളിവ് ശേഖരണമുണ്ട്, പ്രത്യേകിച്ച് ഒട്ടേറെ കാര്യങ്ങൾ അറിയാനുണ്ട്. പുറത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാൽ തെളിവ് നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത
സാക്ഷികളെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യത എല്ലാം അന്വേഷണ സംഘം മുൻകൂട്ടി കാണുന്നുണ്ട്. അതുകൊണ്ടാണ് അന്വേഷണ സംഘം എല്ലാ ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്ന നിലപാടിലേക്ക് എത്തുന്നതും. ഈ കേസിലും സമാനമാണ്. ഏതായാലും തെളിവുകൾ ആദ്യ 2 കേസിനേക്കാൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയേണ്ടി വരും. അങ്ങനെ എളുപ്പത്തിൽ ഒന്നും പറയാതെ രക്ഷപ്പെടാൻ കഴിയില്ല. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം, പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നമ്പർ 2 ഹാജരാക്കും എന്നുള്ളതാണ്. തിരുവല്ലയിലാണ് ഹാജരാക്കേണ്ടിയിരുന്നതെങ്കിലും തിരുവല്ലയിലെ മജിസ്ട്രേറ്റ് അവധിയായതിനാൽ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹാജരാക്കുക എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അതേസമയം തന്നെ ഇന്നിപ്പോൾ എരുമേലിയിൽ പേട്ടതുള്ളൽ നടക്കുന്നുണ്ട്. അവിടേക്കും പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കുന്ന പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നമ്പർ 2 പോലീസ് സംഘത്തെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകർക്ക് നൽകാവുന്നതാണ്. റിപ്പോർട്ടർ വാർത്താ സംഘം ഇപ്പോൾ എയർ ക്യാമ്പിൽ നിന്നാണ് തത്സമയം വിവരങ്ങൾ നൽകുന്നത്.